ഒരിക്കൽ മന്ത്രി ഒരു ഗ്രാമത്തിലൂടെ കുതിരപ്പുറത്ത് പോകുമ്പോൾ യന്ത്രി യന്ത്രി ഏ അതാരാ? യന്ത്രി ഒന്ന് നിൽക്കണേ, ഞാൻ മന്ത്രിയാ, യന്ത്രിയല്ല. ഓ ക്ഷമിക്കണേ, ഞാനും നശിച്ചു, എന്റെ ഓർമ്മയും നശിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ പൊന്നാര കുതിരയെ വിൽക്കുന്നത്. ദേ ഈ കുതിരയെ, അല്ലല്ല ആ വെള്ളയെ. അതെന്താ കറുമ്പനെ വിൽക്കാത്തത്? അയ്യാ, കറുമ്പനൊരു കൊലയാളിയാ സാർ. കൊലയാളിയോ എന്ന് വെച്ചാൽ? സവാരിക്ക് ശ്രമിച്ച 3 പേരെ അവൻ കുടഞ്ഞെറിഞ്ഞു കൊന്നു. അയ്യടാ, കൊള്ളാമല്ലോ. 2 കുതിരയും ഞാൻ വാങ്ങാം. 500 സ്വർണ്ണ നാണയം വീതം തരാം. കറുമ്പന്റെ കാര്യം ഒന്നുകൂടി ആലോചിക്കണേ യന്ത്രി. 5 പേരെ കൊന്നവനാ. അയ്യടാ, 3 പോയി 5 ആയോ? ബേഷ്, ദാ പിടിച്ചോ 1000 നാണയം. ശരി, ഇത്തവണ രാജാവിന്റെ പണി തീരും. നേരെ കൊട്ടാരത്തിലേക്ക് പോകാം. കൊല്ലോ, മന്ത്രി എവിടെയായിരുന്നു? ഒരു കുതിര കച്ചവടത്തിന് പോയതാ. ദേ 2 ഉഗ്രം കുതിരകളെ വാങ്ങി. ഓയ് കൊള്ളാമല്ലോ. ഇതേ വേഗം ലോയത്തിലെത്തിക്കൂ. ഓടിച്ചു നോക്കാതെയോ? ഇങ്ങനെ ക്രൂരത കാട്ടല്ലേ തിരുമേനി. ക്രൂരതയോ? അതെ, ഈ കുതിരകൾക്ക് എല്ലാം മനസ്സിലാകും. സവാരി ചെയ്യാതെ അവയെ അവഹേളിക്കരുത്. ദേ ആ കറുത്ത കുതിര കരയുന്നത് കണ്ടോ? ഓ പാവം. ശരി ശരി, എങ്കിൽ കുതിര സവാരി ആകട്ടെ. ശരി തിരുമേനി, ഞാൻ ഇവന്റെ പുറത്ത് വരാം. മന്ത്രി പിന്നാലെ വെള്ളക്കുതിര പുറത്ത് വന്നോളൂ. ശരി മന്ത്രി, ഈ കുതിര മിടുമിടുക്കനാണല്ലോ. കുതിര ഉടനെ പണി പറ്റിക്കും. പിന്നെ ഞാൻ രാജാവ്. യന്ത്രി, കുതിരയെ തന്ന് കാർന്നോരല്ലേ അത്? എന്നെ നശിച്ച ഓർമ്മ കാരണം ഒരു പറ്റി യന്ത്രി. യന്ത്രി അല്ല, മന്ത്രി. ഇത്ര ഓർമ്മയില്ലേ? ഓർമ്മയുടെ കാര്യം പറയാനാ ഞാൻ വന്ന്. ഈ കുതിരയ്ക്ക് എന്താണോ ഒരു പന്തികേട്? അത് പിന്നെ കറുത്ത കുതിരയല്ല, വെള്ള കുതിരയെ ശരിക്കും കൊലയാളി. അങ്ങൊന്നിപ്പോ അതിന്റെ പുറത്താ. പോവും മന്ത്രി, കുഴപ്പക്കാരൻ കുതിരയെ എടുത്തൊരു മിടുക്കൻ കുതിരയെ എനിക്ക് തന്നു. എന്തൊരു ത്യാഗം. രാജാവിന്റെ പിറന്നാളിന്റെ തലേ ദിവസം രാജാവിന് പറ്റിയ സമ്മാനം തന്നെ കിട്ടി. റിബൺ നല്ല ടൈറ്റായി കെട്ടിവെക്കാം. ഇതഴിക്കാൻ രാജാവ് പാടുപെടും. അങ്ങനെ പാടുപെടുമ്പോൾ ബോംബ് പൊട്ടും. അതോടെ സിംഹാസനം ഫ്രീ ആകും. അടുത്ത ദിവസം, പിറന്നാൾ ആശംസകൾ പ്രഭു. അടിയന്റെ ഈ എളിയ സമ്മാനം സ്വീകരിച്ചാലും. ഇതൊക്കെ എന്തിനാ മന്ത്രി? എന്റെ മനസ്സിൽ അങ്ങയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണിത്. എങ്കിൽ വേഗം തുറക്കൂ. പാടില്ല പാടില്ല, അങ്ങു തന്നെ തുറക്കണം. എങ്കിലും അങ്ങനെ ആകട്ടെ. ഇനി വേഗം സ്ഥലം വിടാം. ആരോ എന്നെ വിളിച്ചു, ഞാൻ ഇപ്പൊ വരാം. പക്ഷേ ഞാനൊന്നും കേട്ടില്ലല്ലോ. ദേ വീണ്ടും ആരാണെന്ന് നോക്കിയിട്ട് വരാം. നിൽക്കു മന്ത്രി. മന്ത്രി പോയി. പൊട്ടിത്തെറി ശബ്ദത്തിനായി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു മന്ത്രി. രാജാവിന് ക്ഷമ നശിച്ചു. കൊത്രക കൊണ്ട് മുറിക്കാം, പിന്നല്ല. ദേ തുറന്നു. ബോംബ്! അയ്യോ! പിന്നീട്, പ്രഭു, മഹാരാജാവിന് അങ്ങയെ കാണണമെന്ന്. എന്റെ കാര്യം തീർന്നു. എന്നെ സിംഹത്തിന് ഇട്ട് കൊടുക്കും. എന്നാൽ നമ്മുടെ ശത്രുക്കൾ ഓരോ മന്ത്രിയുടെ സമ്മാന പൊതി മാറ്റി ബോംബ് പൊതി വെച്ചതോ? അതൊന്നും താൻ കാര്യമാക്കണ്ട. പിറന്നാൾ ദിവസം രാജാവ് പ്രജകൾക്ക് അംഗീകാരങ്ങൾ നൽകാറില്ലേ? മന്ത്രിക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനമാണ് നൽകുന്നത്. ഇന്നു മുതൽ മന്ത്രിയാണ് എൻ്റെ അനന്തരാവകാശി. സമ്മാനങ്ങളെല്ലാം തുറക്കുന്ന ആൾ.